വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനായി, വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആമേൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദിയോടെ അടിയൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചാർന്നിരിപ്പാനൊരു നല്ല ദിവസം കൂടെ ദാനം തന്നല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടെന്ന് നിശ്ചയമായി ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരുവാൻ ഞങ്ങൾക്ക് കരുണയുള്ള ഒരു നല്ല പിതാവ് ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയത് അവിടുന്ന്. ഇനിയും നടത്തുവാൻ സർവ്വശക്തന ബലമുള്ള കരങ്ങളിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും ഈ രാവിലെ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ തരട്ടപ്പ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പഠനത്തെ മാനിക്കണമേ. അവരുടെ പരീക്ഷയിൽ കൂടെ ഇരിക്കണമേ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമേ. ശത്രു കാണാതെ സൂക്ഷിക്കണമപ്പ. ദുഷ്ടപിശാചി തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരാതെ ഞങ്ങളുടെ പൈതങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തമ്പുരാനവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണം. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ബലപ്പെടുത്തി കാത്തുകൊള്ളുമാറാകണം. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണ കൊടുക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ നൽകി അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളുമാറാകണം. മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവേ. കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ കലവറയെന്ന് തുറന്നു കൊടുക്കണമേ കർത്താവേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണമേ അപ്പാ. ഭവനം പണിയുന്നതിൻ്റെ മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ട് കർത്താവേ. അവിടുത്തെ സമാധാനത്താൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, കരയുന്ന സഹോദരിമാർ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരോട് മനസ്സലീനം കരുണ കാണിക്കണം. മദ്യപാനികൾക്ക്, ലഹരിക്കടിമപ്പെട്ടവർക്ക് മാനസാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ കർത്താവേ, അടിയൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണം. രോഗിക്ക് വൈദ്യനുള്ളതോർത്ത് സ്തോത്രം. ഗിലിയാദിൽ സുഗന്ധക്കുഴമ്പ് ഇന്നുമുണ്ട്. ആമേൻ. എൻ്റെ കർത്താവ് മനസ്സലിവുള്ളവനാ. ഓരോ രോഗികളുടെ മേലും ആ കരമൊന്ന് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവം അവിടുന്ന്. അടിപ്പിണരാനുള്ള സൗഖ്യം ഞങ്ങൾ പ്രതീക്ഷിച്ച് കാത്തു കിടക്കുകയാണ്. സ്വർഗം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തിക്കാട്ട് കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അപ്പം സമാധാനം ഓരോ കുടുംബങ്ങൾക്കും നൽകുമാറാകണമേ കർത്താവേ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണം. ഹല്ലേലൂയ. നന്ദി പിതാവേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കേരളത്തെ അനുഗ്രഹിക്കണമേ. ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഗൾഫ് നാടുകളെ അനുഗ്രഹിക്കണമേ. അമേരിക്കൻ ഐക്യനാടിനെ അനുഗ്രഹിക്കണേ. ഏഷ്യാ ഭൂഖണ്ഡത്തെ അനുഗ്രഹിക്കണമേ. മാനവജന പാർക്കുന്ന എല്ലായിടവും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ശത്രു കാണാതെ ഞങ്ങളെല്ലാവരെയും മറയ്ക്കണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പനെ ആരാധിച്ച് മഹത്വപ്പെടുന്ന പകൽക്കാലമാക്കി തീർക്കണം. എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൽ മറയിട്ടപ്പാ. അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.